AI ക്യാമറയുണ്ടല്ലോ, ആ AI ക്യാമറ പിഴി തുറന്നത് വെറുതെ ഇരിപ്പാണ്. കാരണം എന്താണെന്നറിയാമോ? ക്യാമറ പിഴയിടുന്നുണ്ട്, എന്നാൽ ആരും ഈ പിഴ അടയ്ക്കുന്നില്ല. കണക്കുകൾ നോക്കിയാൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. AI ക്യാമറകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ പിഴ അടയ്ക്കാത്തവരുടെ എണ്ണം 56 ലക്ഷത്തിലധികമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം AI ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് എടുത്ത് നിങ്ങൾ പോലീസിൻ്റെ പോർട്ടലിൽ പോയി നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ ഒന്ന് അടിച്ചു നോക്കി ഫൈൻ ഉണ്ടോ എന്ന് നോക്കണം. പിഴ ഇനത്തിൽ 467 കോടി രൂപയ്ക്ക് പോലീസ് നോട്ടീസ് അയച്ചപ്പോൾ വാഹന ഉടമകളിൽ നിന്ന് ലഭിച്ചത് 93 കോടി രൂപ മാത്രമാണ്. സംസ്ഥാന വ്യാപകമായി 89.82 ലക്ഷം നിയമലംഘനങ്ങളാണ് AI ക്യാമറ കണ്ടെത്തിയത്. ഇതിൽ 33 ലക്ഷം ആളുകൾ മാത്രമാണ് പിഴയടച്ചത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. AI ക്യാമറകളുണ്ട്, പക്ഷേ ആരും പണമടയ്ക്കുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. തമ്പാനൂർ AI ക്യാമറയുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ നിൽക്കുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഇപ്പോൾ ഉമേഷ് നിൽക്കുന്ന സ്ഥലത്തുള്ള AI ക്യാമറ അടക്കം അതിൽ പതിഞ്ഞിരിക്കുന്ന പലരും പണം അടച്ചിട്ടില്ല എന്നാണ്. ഉമേഷ് AI ക്യാമറയെ പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനിതുവരെ AI ക്യാമറയിൽ പെട്ടിട്ടില്ല. കൃത്യമായി നിയമം പാലിച്ച് വാഹനം ഓടിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. വാഹനത്തിൽ കാറിൽ കയറിയാലും കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിക്കാറുമുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ നിയമലംഘനത്തിൽ പെടുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ 5-ാം തീയതിയാണ് AI ക്യാമറ മെഴി തുറന്നത്. ജൂലൈ വരെയുള്ള കണക്കാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ജൂലൈ വരെയുള്ള കണക്ക് പ്രകാരമാണ് ഇത്രത്തോളം നിയമലംഘനങ്ങൾ സംസ്ഥാനത്തുണ്ട് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 1.5 കോടിക്കകത്ത് മാത്രമാണ് സംസ്ഥാനത്ത് വാഹന ഉള്ളത്. അതിൽ തന്നെ 1 കോടിയോളം ഇരുചക്ര വാഹനങ്ങളാണ്. അത്തരത്തിൽ നോക്കിയാൽ ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നവർ ഒന്നിലധികമോ തവണ AI ക്യാമറയിൽ പെട്ടാൽ മാത്രമേ ഈ 89 ലക്ഷം എന്നുള്ള ഒരു വലിയ കണക്കിലേക്ക് വരികയുള്ളൂ. പ്രധാനമായി AI ക്യാമറ പിടിക്കുന്ന നിയമലംഘനങ്ങൾ 1, ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. 2, ഈ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ കാർ ഓടിക്കുമ്പോഴാണ്. എന്തായാലും ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതും ഈ 2 വിഭാഗങ്ങളിൽ തന്നെയാണ്. പക്ഷേ ഇവയൊന്നും ചെല്ലാൻ രൂപപ്പെട്ട് യാത്രക്കാരുടെയോ അല്ലെങ്കിൽ നിയമലംഘനം നടത്തുന്നവരുടെയോ കയ്യിലെത്തിക്കാൽ അവർ പണം അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പരിമിതി, അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നിലവിൽ ഏകദേശം 467 കോടി രൂപ ചെല്ലാൻ മാത്രം അടയ്ക്കാൻ പിഴയായി ഓരോ ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്ന മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലാനായി ജനറേറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അടച്ചത് 93 കോടി മാത്രമാണ്. 236 കോടി രൂപയ്ക്കാണ് സംസ്ഥാനത്ത് 675 AI ക്യാമറകൾ സ്ഥാപിക്കുന്നത്. കൃത്യമായി ഈ തുക അടച്ചു പോയിരുന്നെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ ഈ AI ക്യാമറ സ്ഥാപിച്ച ചെലവ് പൂർണ്ണമായി സർക്കാരിന് തിരിച്ചെടുക്കാനും കഴിയുമായിരുന്നു. ഒപ്പം ഇപ്പോൾ ഇത് നടത്തുന്ന ഏജൻസി കെൽട്രോണാണ്. കെൽട്രോണിൻ്റെ പണം പൂർണ്ണമായി കൊടുത്തു തീർക്കാമായിരുന്നു. ഒപ്പം ബാക്കി ഉള്ള തുകകൾ സർക്കാരിലേക്ക് വകയിരുത്താനും കഴിയുമായിരുന്നു. നിയമലംഘനങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാനും കഴിയുമായിരുന്നു. എന്നാൽ നിലവിലെ കണക്ക് പ്രകാരം 30% താഴെ ആളുകൾ മാത്രമാണ് പിഴ വന്നിട്ടും അടയ്ക്കുന്നത്. ബാക്കിയുള്ളവരാരും പിഴ അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു കണക്കാണ്. മുൻപെല്ലാം ഏതെങ്കിലും രീതിയിൽ അടയ്ക്കാതെ പോകുന്നത്, ഇത് തുടർന്ന് നടപടി ഉണ്ടാവുമല്ലോ. ഇത് അല്ലെങ്കിൽ സമൻസായി വരില്ലേ? ഇത് കോടതിയിലൊക്കെ പോവില്ലേ? ഇത് അത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് 2 കാര്യങ്ങളാണ്, 2 സാധ്യതകളാണ് പറയുന്നത്. ഒന്ന്, പലരും പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ മൊബൈൽ ഫോൺ നമ്പർ ഈ സൈറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. പലപ്പോഴും മൊബൈൽ ഫോണിൽ ഈ നിങ്ങളുടെ നിയമലംഘനം പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നാൽ മാത്രമാണ് അത് അവർ തിരിച്ചറിയുകയും പിഴയടക്കുകയും ചെയ്യുന്നത്. അല്ല എങ്കിൽ വീട്ടിൽ ചെല്ലാൻ തയ്യാറാക്കി വീട്ടിലേക്ക് അയക്കണം. വീട്ടിലേക്ക് അയക്കുമ്പോൾ വീട്ടിലെത്തി അത് പരിശോധിച്ച് ചിലപ്പോൾ അടയ്ക്കാം, ചിലപ്പോൾ അടയ്ക്കാതിരിക്കാം. അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാ വാഹനങ്ങളുടെയും RC ഓണറുടെ മൊബൈൽ നമ്പർ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റുമായി ബന്ധിപ്പിക്കണം. അതിനൊരു നിശ്ചിത കാലയളവെല്ലാം മോട്ടോർ വാഹന വകുപ്പ് കൊടുത്തു. പക്ഷേ ആരും അതും കാര്യമായി എടുക്കുന്നില്ല. പിന്നെ ചിലരുണ്ട് അത്തരത്തിൽ പിഴയൊന്നും വന്നാലും അടയ്ക്കേണ്ടതില്ല എന്ന് ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ടാവും. അത്തരം ആളുകളും ഈ പിഴ അടയ്ക്കുന്നില്ല. പക്ഷേ ഇത്രത്തോളം വലിയ സംഖ്യയാണ് അത് എന്ന് ആലോചിക്കുമ്പോഴാണ്, 70% മുകളിലാണ് പിഴ അടയ്ക്കാത്തവരുടെ കണക്ക് എന്ന് ആലോചിക്കുമ്പോഴാണ്. അതായത് 100 പേരെടുത്താൽ 100 പേർ നിയമലംഘനം നടത്തിയാൽ അതിൽ 30 പേർ മാത്രമേ ഈ പിഴ അടയ്ക്കാനോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ നിയമം പാലിച്ച് മുന്നോട്ട് പോകുന്നുള്ളൂ. 70% പേർ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു രസകരമായ കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ വാർത്ത ചെയ്തത്. നിങ്ങൾ AI ക്യാമറയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിഴ അടയ്ക്കുക. അത് നിങ്ങൾ ചട്ടപ്രകാരം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി വരുന്നു എന്നാണ് അർത്ഥം. അത് ഒരു കാരണവശാലും നിങ്ങൾ വാഹനം വിറ്റാൽ പോലും അതിൻ്റെ മേലുള്ള ബാധ്യത, നിങ്ങളുടെ ലയബിലിറ്റി നിങ്ങൾക്കായിരിക്കും. അത് പുതുതായിട്ട് വാങ്ങുന്ന ഉദ്യോഗസ്ഥനായിരിക്കില്ല അല്ലെങ്കിൽ ഉടമയ്ക്കായിരിക്കില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പരമാവധി AI ക്യാമറയുടെ മുന്നിലോ അതല്ലാതെ
പാതയോ ഒക്കെ പോകുമ്പോഴും ഇങ്ങനെ നിയമലംഘനം നടത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമേഷ് പറഞ്ഞതുപോലെ ഉമേഷൊക്കെ വളരെ മാതൃകാപരമായി ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സാണ്. സീറ്റ് ബെൽറ്റ് ഇടും, കൃത്യമായ സ്ഥലങ്ങളിൽ പോകും. എല്ലാ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ബൈക്കിലാണ് പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് ഹെൽമെറ്റ് വയ്ക്കും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടു പഠിക്കുക തന്നെ വേണം. 93 കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 467 കോടി രൂപ ഇനി കിട്ടാനുണ്ട്. 89.82 ലക്ഷം നിയമലംഘനങ്ങൾ നടന്നു, പിഴ അടച്ചു. അപ്പോൾ ആകെ വന്നിരിക്കുന്നത് 56 ലക്ഷത്തിൽ താഴെ 56 ലക്ഷത്തോളം ആളുകൾ ഇനിയും പിഴയടയ്ക്കാൻ ബാക്കി നിൽക്കുന്നുവെന്നാണ്. 467 കോടി രൂപ AI ക്യാമറ ഇനത്തിൽ ഇനി പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നുള്ളതാണ്. അതത്ര ചെറിയ കണക്കല്ല. അതുകൊണ്ടാണ് ഉമേഷ് അതൊരു പ്രധാനപ്പെട്ട വാർത്തയാക്കി പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ പിഴ അടയ്ക്കാതിരിക്കരുത് എന്നല്ല, പിഴ അടച്ചിരിക്കണം. നിങ്ങൾ 33 ലക്ഷം ആളുകളാണ് പിഴ അടച്ചിരിക്കുന്നത്. 56 ലക്ഷത്തോളം ആളുകൾ ഇനിയും പിഴ അടയ്ക്കാനുണ്ട് എന്നാണ് ഉമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് എക്സ്ക്ലൂസീവാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പിഴ വീണിട്ടുണ്ടെങ്കിൽ പിഴ അടയ്ക്കുക. ആ പിഴ അടയ്ക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക.